ഒരു വിഭാഗ ആൽമാരെ നിങ്ങൾ പരിചയാക്കി തന്നോണ്ടുള്ള ആ വിഭാഗത്തിൽ നാനും നിങ്ങും പെടകുതീറ ഏതായിട്ടിക്കിട ആ ഒരു വിഭാഗ ആൽമാര് നോമ്പൊർത്തിങ്ങൾ ഇടീ നോമ്പ് നോക്കിടാറ് പക്ഷേ നോമ്പ് നോക്കിയതിര ഒരു കൂലിയും അങ്ങ് കിട്ടില്ല. അതാറ് ഉസ്താദ് അങ്ങനത്തെ ഒരു വിഭാഗ ആൽമാര് ഒരു തിങ്ങളിടീ നോമ്പ് നോക്കിയാറ് പക്ഷേ നോമ്പ് നോക്കിയതിര കൂലി അങ്ങ് കിട്ടില്ല. അതാര് ചൊല്ലട്ട ബേജാറുണ്ടോ നിങ്ങമേ നിങ്ങമേ ചെന്നെങ്കിൽ ബേജാറാവും. സമാധാനയില്ലേ? ഞങ്ങ നോമ്പൊരു തിങ്കൾ നോമ്പിടിക്കടാ കൂലി കിട്ടാലേ. ഉസ്താമാരുടെ കേട്ട് നോക്കൂ, നിങ്ങൾ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചാറ് അതാ ഒരു 2-3 സ്വഭാവ നോമ്പ് പിടിച്ചിട്ട് കാട്ട ഉണകു നോമ്പിടെ കൂലിയെ കിട്ടാലേ. എന്തുകൊണ്ട് വെറുതെ പട്ടിണി നീക്കിടാൻ നോക്ക. അതിൽ ഒന്നു കലവ് ചൊല്ലോ. നോമ്പ് പിടിച്ചിട്ടും കലവ് പോണ്ട പൊല്ല പോക്കാത്ത കലവ് ചൊല്ലോ. അല്ല നാ വേറെ അല്ല സാമാന്യായിട്ട് നീ വെറുതെ സാമാന്യമായിട്ട് ഇങ്ങനെ ചൊല്ലേണ്ടുണ്ട്. നന്റെ രണ്ട് കലവ് ചൊല്ലും പാട്ടുണ്ടല്ലോ. ബാക്കി ടൈമിൽ ഞാൻ കലവ് ചൊല്ലോ. നിന്റെ നോമ്പുണ്ട് നോമ്പ് പിടിച്ചിട്ട് നന്റെ കലവ് ചൊല്ലു പാട്ടുണ്ട. ഇത് നോക്കുമ്പോ നോമ്പ് പിടിച്ചിട്ടും കലോ എങ്കിൽ അവനക്ക് ആ നോമ്പിടെ പ്രതിഫലമേ കിട്ടില്ല. എന്റെ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചാറ്. എന്തൊരു ബേജാറായിട്ട് നിങ്ങൾ നോക്കും. നോമ്പ് പിടിച്ചിട്ടും എണ്ണിയോട്ടേക്കിടോ ഓന് സമൂസം കട്ട്ലൈറ്റ് മാത്രം നോമ്പ് തുറക്കോ കാത്തോണ്ടുള്ളൂ. ബാക്കി മനുഷ്യന്മാരെ ഇറച്ചിയെല്ലാം തിന്നോണ്ടേക്കറ നോമ്പ് പിടിച്ചിട്ട് പോൽമാണ്. നോമ്പ് പിടിച്ചിട്ട് ഓന് ആടും കോലിയും പോത്തും തിന്നോണ്ടില്ലാണ്ട് മാത്ര മനുഷ്യരുടെ ഇറച്ചി നോമ്പ് പിടിച്ചിട്ട് പോൽമാണ് തിന്നോണ്ടേക്കണോ. അതുകൊണ്ട് ഈ കുരുടെ റമദാൻ അങ്ങനെ ആയങ്കാവാല്ല. ഞങ്ങളെ കഴിഞ്ഞക്കുറി ഇത്ര റമദാനല്ല അങ്ങനെ ആയി പോയിട്ട് പോട്ട് ഈ കുറി അന്ന് ഗൊന്തില്ല എന്റെ പേരിക്ക ഗൗരവമുണ്ട്. പിന്നെ ഇത്ര ഗൗരവല്ലാണ്ട് എന്റെ ഉമ്മ അതിലെ ഒരു ഗൗരവ ചൊന്തണ്ടേ കേക്കൊരു സമ പെണ്ണിങ്ങ നാനൊരു മസാല ചൊന്തണ്ടേ കേട്ടോല്ലാറ വാത് കേട്ടോല്ലാറ പെണ്ണിങ്ങ മക്കളെ ബുൽപ്പ് കേട്ടോണ്ടല്ലേ കേട്ടോല്ലാറല്ലേ ഉമ്മ നിങ്ങക്ക് നോമ്പിന് ഉപകാരത്ത് പണ്ട ഒരു മസാല ചൊന്തണ്ടേ സമാഗമന ചെയ്യോ നിങ്ങക്ക് കുലിക്കുക ഹൈലായെങ്കില് നോമ്പിടിക്കില്ല. അത് പിന്നെ കലാപിട്ടു എങ്കിൽ ആ ഹൈലായത് ഒരു റമലാന്റെ ഏതാ ഒരു നാല് നോമ്പുള്ളുണ്ട് ഉച്ചാവുമ്പോ ഹൈല നീണ്ടെത്തി. അപ്പൊ പിന്നെ കുലിക്കുക മഗ്രിബ് തോൽക്കാത്തെങ്കാവാ അല്ല അപ്പമേ കുളിക്കണം. കുളിച്ചിട്ട് ദൂരം നിസ്കരിക്കണം. പിന്നെ മഗ്രിബ് തോല് നിങ്ങ എന്തരാക്കണം. നിങ്ങക്ക് നോമ്പ് ഏതായാലും ഇല്ലല്ലേ അല്ലേ? ഉച്ചത്തോല് നോമ്പില്ല. ഉച്ചര പിന്നെ നോമ്പല്ല. അത് പാമ്പു അന്നെ മക്കളെ നോമ്പ് മക്ക കേക്കില്ലേ. നീ നോമ്പ് പിടിച്ചിട്ട് കേൾക്കുമ്പോ ഉച്ചത്തോല് നോമ്പിട്ടുണ്ട്. അത് നോമ്പുണ്ടല്ലോ പാമ്പുണ്ടല്ലേ. അപ്പൊ ഉച്ചര പിന്നെ മഗ്രിബ് തോല് നിങ്ങൾ ശുദ്ധായിടല്ലേ. ഇപ്പൊ ഉച്ചത്തോല് നിങ്ങൾക്ക് പിന്നെ കുളിക്കാണ്ട് നിന്നിട്ട് അങ്ങനെ ഹൈലൈറ്റ്. അപ്പൊ അത് ചോര നിണ്ടിട്ട് ഇനി നിങ്ങൾ കുളിച്ചാറ് ഉച്ചക്ക് നൂറെല്ലാം നിസ്കരിച്ച എങ്കിൽ മഗ്രിബ് തോലുണ്ടല്ലേ ടൈം. ആ ടൈമിൽ നിങ്ങൾ എന്താക്കണോ തിന്നാട്ടിക്കമ്മ ഉമ്മമാർക്ക് ഒരു ഉപകാരത്തൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെന്നിട്ട് പോയിട്ട് വെക്കാല്ലേ. ഞങ്ങൾ ഇങ്ങനത്തെ വളരെ സദസ്സെല്ലാക്കിട്ട് എന്തെങ്കിലും ചെന്ന് പോയിട്ട് കാര്യം ഉണ്ടാകാറ് ഇല്ലല്ല. മനുഷ്യന്മാർക്ക് ഒരു ഉപകാരം കിട്ടും. അപ്പൊ മഗ്രിബ് തോല് എന്തരാക്കണു അവിടെ മഹാന്മാര് ചെന്ന തിന്ന ആയെങ്കിലും ഉമ്മ സമാഗമന വെച്ച് കേക്കറ ഉമ്മ ആയെങ്കിലും മഗ്രിബ് തോലും ഇംസാക്ക് നിങ്ങക്ക് സുന്നത്തുണ്ടോ. ഇംസാക്ക് ചൊന്നെങ്കില് അതെ നോമ്പു ഈ ഉള്ള പെണിങ്ങളെ പോലെ എന്തും തിന്നാട്ടെ പിടിച്ച് നിൽക്കുക നിങ്ങക്ക് സുന്നത്തുണ്ടോ. അങ്ങനെ നിങ്ങക്ക് സുന്നത്ര കൂലി ഉണ്ടോ. ഇനി നിങ്ങക്ക് തിന്നറെങ്കിലും എല്ലാ സുന്നത്ത് എല്ലാവരും തടിക്ക് 10 ഉണ്ടില്ല. അങ്ങനെ ഉണ്ടല്ലേ എല്ലാവർക്കും സുന്നത്താവണുണ്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു പക്ഷേ തിന്നെങ്കിലും മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചാറ് നടു ടേബിളിൽ ഡൈനിങ് ഹാളിൽ വന്നിട്ട് വെച്ചിട്ട് എല്ലാവരും കാണ്ട പോലെ. അപ്പൊ കിടാ വന്നിട്ട് കേട്ടിട്ടേ ഓൾ കേട്ടാൽ പോ കിടാ നിക്ക് നോമ്പില്ലേ ഉമ്മടട്ട് കേക്കിട കിടാ വന്നിട്ട് നീ നോമ്പ് പിടിച്ചിട്ടില്ലേ കള്ളത്തി. അത് അങ്ങനെ പിന്നെന്താക്കണു ആരും കാണാട്ടെ ഉൾക പോയി തിന്നു. അങ്ങനെയല്ലേ ഇമാമിങ്ങ കിതാബിൽ എഴുതി വെച്ച്. എന്തേ കാരണം
നിങ്ങളെ മനുഷ്യന്മാർ തപ്പ് വിചാരിക്കാണ്ടിരിക്കുകനായിട്ട് കിടാവ് നിങ്ങളെ തപ്പ് വിചാരിച്ചില്ലേ? ഇപ്പൊ കിടാവ് കൊന്തുണ്ട് അങ്ങനെ കുലിക്കോ കായങ്കന്തോ നോമ്പില്ല അങ്ങനെ എന്തോ കിടാവ് കൊന്തില്ലല്ലോ. അപ്പൊ അത് തപ്പ് വിചാരിക്കാണ്ടിരിക്കുകനായിട്ട് നിങ്ങൾ ഒരു പക്ഷെ തിന്നരെങ്കിലും നല്ല ബാക്ക് സൈഡിൽ പോയിട്ട് ഉലുക പോയിട്ട് പണ്ടത്തെ അങ്ങനല്ലേ നോമ്പ് പിടിക്കോ ആയില്ല കണ്ടെങ്കിൽ പെറൂല് പോയിട്ട് തിന്നു ബാക്കിൽ പോയിട്ട് എന്താ കാരണം അതങ്ങനെ മനുഷ്യന്മാർ തപ്പ് വിചാരിക്കാണ്ടിരിക്കുകനാണ്. ഇക്കട്ടെ ഇപ്പൊ ആ ഭാഗത്ത് കൊണ്ടില്ല ചൊന്നുകൊണ്ട് വന്നു നോമ്പ് പിടിച്ചിട്ടും നോമ്പ് നോക്കി കൂലി കിട്ടാത്ത വിഭാഗം ഒന്നു കളവ് ചൊന്നോ നോമ്പ് പിടിച്ചിട്ട് രണ്ട് ഗീബത്ത് കുറുപ്പാത്ത് എണ്ണടമേ സോറാപ്പോ അത്താലത്ത് കെഞ്ചപ്പം കുറുപ്പാത്ത് നോമ്പ് തുറക്കോ എല്ലാം തെച്ചിറാർ ഒട്ടിക നോമ്പ് തുറക്കോ തെച്ചിറാർ അവിടെ കുറുപ്പാത്തേ പോ ചെമ്മ മൂന്നോലെ ബന്ധിക്കിടാറല്ലേ നോമ്പ് തുറക്കുമ്പോ അവിടെ എണ്ണടമേ ഒട്ടിക തെച്ചിട്ട് എണ്ണ ഒട്ടിക്കിടേ പോ എങ്കിൽ കൂലി കിട്ടാലേ പൈച്ചത് കിട്ടു പൈച്ചത് ഇങ്ങനെ അനുഭവമാവും. ആ ടൈമിൽ ഇങ്ങനെ പസി വന്ന് എടുപ്പാനെടുത്തിട്ട് അതേ ടൈം കൂലി കിട്ടാലേ. മൂന്നാമതായിട്ട് അതേ പെദമ്പ് പറയിടോ പിന്നൊർത്തറ പറയിടോ ചീത്ത പറയലുണ്ടല്ലേ ഈ സ്വഭാവമുള്ളവണ് നോമ്പ് പിടിച്ചിട്ട് ഇതാക്കിയാണ് അവനക്ക് നോമ്പട കൂലിയില്ലേട്ട് മാത്രല്ല മഹാന്മാര് ചൊന്നാറ് ആ നോമ്പടെ അസല് പോലും അവനക്ക് ബാത്തിലായി പോണ്ടു. കൊറിയ മഹാന്മാര് അങ്ങനെ പോലും ചൊന്നാറ് അവനക്ക് നോമ്പ് നോക്കിയത്ര കൂലി കിട്ടില്ലേട്ട് മാത്രല്ല നോമ്പ് പിടിച്ചിട്ടിന്നെങ്കിൽ പോലും നോമ്പ് നോക്കാത്ത ഉണ്ട പോലെ. ഇത് സൈനുദ്ദീനിൽ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈന ജൽദ ഫിഖിയുടെ കിതാബിൽ മഹാന എഴുതി വെച്ചില്ലേ. ഇക്കട്ടെ നാ ചൊന്നോട്ട് വന്നു